ഒടുവിൽ രാഷ്ട്രീയ സമദൂര നിലപാട് വിട്ട് ഇടതുമുന്നണിയോട് അടുക്കുകയാണ് NSS. ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചതിനെതിരെ കോൺഗ്രസിനും BJPക്കുമെതിരെ നിശിത വിമർശനമാണ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഉയർത്തുന്നത്. കോൺഗ്രസിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് G. സുകുമാരൻ നായർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ UDFന് കനത്ത തിരിച്ചടിയായി. അകൽച്ച ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് K. മുരളീധരൻ പറഞ്ഞു. ആദ്യം RDX റാപ്പിലേക്ക്. വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ സമദൂര നിലപാടിൽ നിന്ന് NSS തിരികെ നടക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തോട് തുടക്കം മുതലേ അനുകൂല നിലപാടെടുത്ത് G. സുകുമാരൻ നായർ സർക്കാർ ഭാഗം പിടിച്ചു. ഒടുവിലിപ്പോൾ കോൺഗ്രസിനോടും BJPയോടുമുള്ള ഈർഷ്യയും അകലവും തുറന്നു വ്യക്തമാക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ് ഇരു പാർട്ടികളുടേതുമെന്ന് സുകുമാരൻ നായർ തുറന്നടിക്കുന്നു. ഒപ്പം ശബരിമലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന വസ്തുതയും ചൂണ്ടിക്കാട്ടി. NSS ആദ്യമായാണ് ഇടതുമുന്നണിക്ക് അനുകൂല രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. NSS പിന്തുണയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. അതേസമയം G. സുകുമാരൻ നായരുടെ പരാമർശം UDF ക്യാമ്പിൽ അങ്കലാപ്പുളവാക്കിയിരിക്കുകയാണ്. VD സതീശൻ അടക്കമുള്ളവരോടുള്ള അമർഷമാണ് NSS പ്രകടിപ്പിച്ചതെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നായർ സമുദായ നേതൃത്വവുമായി BJP സംസ്ഥാന ഘടകവും ഏറെ നാളായി അകൽച്ചയിലാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. ആദ്യം പ്രധാന പ്രതികരണങ്ങളിലേക്കാണ് RDX കടക്കുന്നത്. കോൺഗ്രസിനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് G. സുകുമാരൻ നായർ. അയ്യപ്പ സംഗമം കോൺഗ്രസ് ബഹിഷ്കരിച്ചത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട്. UDFന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്നും ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണ് ലക്ഷ്യമെന്നും NSS ജനറൽ സെക്രട്ടറി തുറന്നടിച്ചു. കോൺഗ്രസ് ആ വിഷയത്തിൽ ആദ്യം മുതലേ ഒരു നിലപാടും എടുത്തില്ല. ഇട്ടു പോവായിരുന്നു. കഴിഞ്ഞ സംഭവമില്ലേ ആദ്യത്തെ ആ സമയത്ത് ആദ്യം കോൺഗ്രസ് വിട്ടു നിൽക്കുകയായിരുന്നു. അത് തന്നെ കാര്യം. ഇപ്പോഴും വിട്ടു നിൽക്കുന്നു, പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുന്നു. കോൺഗ്രസിന് സാർ വേറൊന്ന് പറഞ്ഞേക്കുന്നത് ന്യൂനപക്ഷ വോട്ടിലാണ് കോൺഗ്രസിന് ലക്ഷ്യം, ഹിന്ദു വോട്ടുകൾ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെയാണോ? അത് ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞത് ആണോ എന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു. NSSന്റെ നിലപാട് മാറ്റം തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിന് നിലപാടില്ലെന്ന് NSS പറഞ്ഞത് ശരിയാണ്. സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് വിശ്വാസികൾക്കൊപ്പമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി. NSSന്റെ നിലപാട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് കൊടുക്കുന്ന ഒരു പിന്തുണയായിട്ടാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുക. ഓരോ ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ NSS ചിലതിനോട് യോജിക്കും, ചിലതിന് വിയോജിപ്പുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. G. സുകുമാരൻ നായരുടെ നിലപാട് സ്വാഗതാർഹമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. UDFനും BJPക്കുമെതിരെ ഉയർത്തിയത് സൃഷ്ടിപരമായ വിമർശനമെന്നും വാസവൻ. അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം വരാനും അഭിപ്രായം പറയാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയാണ് നടത്തിയത്. അത് കൃത്യമായി ശരിയും അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഞങ്ങളെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. സ്വാഗതാർഹമാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുത്തതിൽ കോൺഗ്രസിന് ആശങ്കയില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. വിശ്വാസപരമായ കാര്യങ്ങളിൽ NSSന് സ്വതന്ത്ര നിലപാടുണ്ടെന്നും ചെന്നിത്തല. അവർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ശബരിമല ആയതുകൊണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് അവരതിൽ പങ്കെടുത്തു എന്നുള്ളത്. NSSനോട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് UDFനും കോൺഗ്രസിനും ഉള്ളത്, ഒരു സംശയവുമില്ല. പിന്നെ ശബരിമലയുടെ കാര്യം വരുമ്പോൾ അവർക്ക് എപ്പോഴും അവരുടേതായ ശബരിമലയ്ക്ക് വേണ്ടിയും അവരുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയും NSS എന്നും നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടാവും. ഇനി ഡാറ്റാ ഷീറ്റിലേക്കാണ് കിടക്കുന്നത്. എന്താണ് ഈ സമദൂരം? 1996 NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന PK നാരായണ പണിക്കരാണ് സമദൂര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഒരു പാർട്ടിയോടും ചായ്വ് കാണിക്കാതെ എല്ലാ പാർട്ടികളോടും തുല്യ അകലം കാണിക്കുക, ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം നിൽക്കുക ഗുണകരമല്ലെന്ന് NSS വിലയിരുത്തലുണ്ടായിരുന്നു. സാമുദായിക താൽപര്യം സംരക്ഷിക്കുന്ന പാർട്ടിയുമായി മുന്നണിയുമായി സഹകരിക്കും എന്നുള്ളതായിരുന്നു ഈ സിദ്ധാന്തം.
വെള്ളം ചേർത്ത സമദൂരം NSS സമദൂര നിലപാട് കൈക്കൊണ്ടത് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് എന്നുള്ളതാണ് ചരിത്രം. സമദൂര നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ കക്ഷിയായ NDP പിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. ശരി ദൂരം എന്ന് വ്യാഖ്യാനിച്ച് പലപ്പോഴും UDF അനുകൂല രാഷ്ട്രീയ നിലപാട് NSS എടുക്കുകയും ചെയ്തു എന്നുള്ളതും ചരിത്രമാണ്. സമദൂരമാണെങ്കിലും UDF BJP എന്നിവരെ NSS കൈവിട്ട് സഹായിച്ചതും ചരിത്രമായി നിൽക്കുകയാണ്. നായർ വോട്ട് ബാങ്ക് ഉണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മധ്യ തിരുവിതാംകൂർ, തെക്കൻ കേരളത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ NSS വോട്ട് നിർണായകമാണ്. NSS ജനറൽ സെക്രട്ടറിയുടെ രാഷ്ട്രീയ നിലപാട് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. യുവതി പ്രവേശനത്തിലാണ് പ്രധാനപ്പെട്ട ഇടയിലുണ്ടായത്. ശബരിമല യുവതീ പ്രവേശന വിവാദത്തിലാണ് LDFും NSSുമായി നേരിട്ട് കൊമ്പുപോർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. NSS തുടങ്ങിവെച്ച നാമജപ ഘോഷയാത്ര സംഘപരിവാർ ഏറ്റെടുത്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NSS പിന്തുണച്ചത് UDFിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളെ ആയിരുന്നു. സ്പീക്കർ AN ഷംസീർ തുറന്നുവിട്ട മിത്ത് വിവാദത്തിലും NSS CPIMനോട് നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു. കോൺഗ്രസിനോട് മമത കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ കരുണാകരൻ, AK ആന്റണി എന്നിവരുമായിട്ടായിരുന്നു NSSന് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. സംസ്ഥാന കോൺഗ്രസിലെ അധികാര സമവാക്യം മാറിയത് NSSന്റെ അകൽച്ചയ്ക്ക് ഇടയാക്കി. NSSുമായി അകലം പാലിക്കുന്ന VD സതീശനോട് പൊതുവെ താല്പര്യക്കുറവാണ് സംഘടനയ്ക്ക്. രമേശ് ചെന്നിത്തല, ശശി തരൂർ എന്നിവരുമായി നിലവിൽ NSSന് നല്ല ബന്ധമുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അനുനയത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. NSSന്റെ ഇടതു ചായ്വിൽ ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. NSSനെ അന്വയിപ്പിക്കാൻ കോൺഗ്രസിന്റെ നീക്കം പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് മുതൽ ആരംഭിക്കുന്നുണ്ട്. NSSനെ തൊടാതെ CPIMനെ കടന്നാക്രമിക്കാനാണ് കോൺഗ്രസ് എപ്പോഴും സൂക്ഷിക്കുന്നത്. സുകുമാരൻ നായരുടെ നിലപാട് മാറ്റം VD സതീശനോടുള്ള എതിർപ്പെന്ന് ഒരു വിഭാഗം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. BJPയും ഞെട്ടലിലാണ്. ബദൽ അയ്യപ്പ സംഗമം നടത്തിയ സംഘപരിവാർ സംഘടനകളെ വെട്ടിലാക്കിയിരിക്കുകയാണ് NSS ഈ തുറന്നു പറച്ചിലിലൂടെ. യുവതീ പ്രവേശന വിവാദത്തിലെ തുടക്കത്തിലെ ആവേശം BJP കാണിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം NSSനുണ്ട്. NSSന്റെ നാമജപ ഘോഷയാത്രയിലെ ആൾക്കൂട്ടം കണ്ട് ഒപ്പം കൂടി എന്നുള്ളതാണ് വിമർശനം. പന്തളം കൊട്ടാരവും ആചാര സംരക്ഷണ കാര്യത്തിൽ പിന്നോട്ട് പോയതിൽ NSSന് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റാ ഷീറ്റിലെ വിവരങ്ങൾ. സനീഷ, ഇതിപ്പോൾ സമദൂരം, ശരിദൂരം ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ്. അത് ഇടത്തോട്ടേക്കാണോ ഇതിപ്പോൾ സമദൂരം വിട്ടു എന്ന് പൂർണ്ണമായിട്ട് പറയാനുള്ള അവസരമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു തെരഞ്ഞെടുപ്പ് നിലപാടാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആരുമായിട്ടും ഒരേ ദൂരമേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ നിലപാട് മാറുമോ നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ അപ്പോഴും ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, സുകുമാരൻ നായരുടെ ശബ്ദത്തിൽ തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമുണ്ട്, ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട്. കാരണം LDFനെ പിന്തുണക്കുക, CPMനെ പിന്തുണക്കുക NSS, അതും എങ്ങനെ രണ്ടാം തവണയും ഭരിച്ചുകൊണ്ടിരിക്കെ പിന്തുണക്കുക എന്നത് അത്ഭുതകരമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ആദ്യ കേൾവിയിൽ ആ അത്ഭുതം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന്. പക്ഷേ ഒന്ന് ആഴ്ന്ന് ചിന്തിച്ചാൽ സത്യത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, കൗതുകപ്പെടാനൊന്നുമില്ല എന്നൊരു തോന്നൽ കൂടെ വരും. അതിൻ്റെ കാരണം ഒന്ന്, യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് NSS പിന്തുണച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടാകും LDFന് എന്നാണല്ലോ. യഥാർത്ഥത്തിൽ NSSും SNDPയും പിന്തുണക്കുന്നത് കൊണ്ട് LDFന് ശക്തി കൂടും എന്നത് തിരിച്ചെടുത്ത് മനസ്സിലാക്കിയാലാണ് കാര്യം മനസ്സിലാകുക. അതായത് LDFനും പിണറായി സർക്കാരിനും CPIMനും ശക്തി കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ NSSും SNDPയും പിന്തുണക്കുന്നത് എന്ന് തിരിച്ചിട്ട് വേണം കാണാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ നമ്മൾ ഇതല്ല രാഷ്ട്രീയ സാഹചര്യം എന്ന് വിചാരിക്കുക. ഈ സർക്കാർ നിശ്ചിതമായിട്ട് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ്. ഒരു 5 വർഷമോ 10 വർഷമോ ഭരിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും കേരളത്തിൽ എപ്പോഴും ഉണ്ടാകാറ് പ്രതിപക്ഷം വളരെ ശക്തമായിരിക്കും, പ്രതിപക്ഷം അതിശക്തമായിരിക്കും, ഭരണപക്ഷം വീക്കാകും, പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കറിയാമല്ലോ. നമ്മുടെ സമീപകാല ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സുകുമാരൻ നായർ ഈ LDFനെ പിന്തുണക്കാൻ പോവുകയില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കണം. വെള്ളാപ്പള്ളി നടേശൻ ഈ LDFനെ പിന്തുണക്കാൻ പോകുമോ? അവർ സ്വാഭാവികമായിട്ടും വീക്കായി നിൽക്കുന്ന സർക്കാരും അതിശക്തമായിട്ട് പോരാടുന്ന പ്രതിപക്ഷവുമാണ് കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിനൊപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രണ്ട് സാമുദായിക സംഘടനകൾ നിന്നേനെ. അങ്ങനെ നിന്നതിൻ്റെ ചരിത്രമാണ് അവർക്കിരുവർക്കുമുള്ളത്. അവർ നിന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയം അങ്ങ് മാറിപ്പോവുക എന്നുള്ളതല്ല. രാഷ്ട്രീയം മാറിയ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇവർ നിശ്ചിതമായിട്ട് ഇപ്പുറത്തേക്ക് ഒരു ഇടതുപക്ഷ വിരുദ്ധ LDF വിരുദ്ധ ലൈന് പിടിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും UDFന് വളരെ സേഫായിട്ട്, അതായത് അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, നമ്മുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വളരെ സേഫായുള്ള സ്റ്റാൻഡ് കിട്ടും. കാരണം നമുക്ക് സർക്കാരിനെ എതിർക്കാൻ പറ്റും. ഈ രണ്ട് സമുദായ സംഘടനകളടക്കമുള്ള സഭാ നേതൃത്വം അടക്കമുള്ള സാമുദായിക സംഘടനകളെല്ലാം ഇവരുടെ പിന്നിൽ അണിനിരക്കും. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? വെള്ളാപ്പള്ളി നടേശനും NSSന്റെ സുകുമാരൻ നായരും പറയുന്നത് എന്താണ്? ശബരിമല വിഷയത്തിൽ LDF ആണ്, സർക്കാരാണ് മാന്യമായ നിലപാടെടുത്തത്. കാരണം അവരൊരു സ്റ്റാൻഡ് എടുത്തില്ല. അതായത് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്ന, പത്രത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവർ വേണമെങ്കിൽ സ്ത്രീകളെ കയറ്റാമായിരുന്നു, സുപ്രീം കോടതി ഉത്തരവ് അവിടെ ഉണ്ടായിരുന്നുണ്ട്, പക്ഷേ അവരത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഉദാരത എന്ന മട്ടിൽ പറയുന്നത്. പക്ഷേ നമ്മൾ അതിനെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണല്ലോ ഈ സുപ്രീം കോടതി വിധി, ഭരണഘടനാ ബെഞ്ച് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ആ വിധി വന്നു എന്ന് വിചാരിക്കുക.
സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്നൊരു ഉത്തരവാണ് കോടതിയിൽ നിന്ന് വന്നത് എന്ന് വിചാരിക്കുക. ഈ ഇടതുപക്ഷ സർക്കാർ എന്താ ചെയ്യുക? അല്ലെങ്കിൽ നാളെ വരുന്നൊരു ഇടതുപക്ഷ സർക്കാർ എന്താ ചെയ്യുക? അവരത് നടപ്പാക്കും. ഒരു സംശയവും വേണ്ട, അവരത് നടപ്പാക്കും. കാരണം അവരൊരിക്കലും ആ സ്റ്റാൻഡിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടില്ല. നമ്മൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അത് കഴിഞ്ഞ കഥയാണ്, ഇനിയിപ്പോൾ കയറേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിധി മാറിയാൽ ഇവരുടെ എഴുതപ്പെട്ടിരിക്കുന്ന രേഖകളിലെല്ലാം ഉള്ളത് ഈ സുപ്രീം കോടതി എന്ത് തീരുമാനമാണോ എടുക്കുക അത് നടപ്പാക്കും. ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾക്ക് സ്ത്രീ പ്രവേശനം തെറ്റില്ല എന്ന അഭിപ്രായമാണുള്ളത്. പക്ഷേ ഇതിൻ്റെ പണ്ഡിതന്മാരോട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നതാണ് CPM-ൻ്റെ എക്കാലത്തെ നിലപാടായിട്ട് അവിടെയുള്ള. ആ നിലപാട് മാറാനൊന്നും പോകുന്നില്ല. പക്ഷേ സുപ്രീം കോടതി അല്ലെങ്കിൽ അതിനും ഈ ഭരണഘടനാ ബെഞ്ചിന് അപ്പുറത്തുള്ള ബെഞ്ച് തിരിച്ചാണൊരു വിധി പറയുന്നതെങ്കിൽ, അതായത് സ്ത്രീകളെ പ്രവേശിപ്പിക്കരുതെന്നാണ് പറയുന്നതെങ്കിൽ CPM-ഓ സർക്കാരോ ഇനി ഒരിക്കലും അത് നടപ്പാക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ വിധി വരുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ആ നിലപാടാണ് സ്വീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവർ നിലപാട് മാറ്റിയത് കൊണ്ട് ഞങ്ങളിതാ പിന്തുണക്കുന്നു എന്നതൊക്കെ രാഷ്ട്രീയമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്റ്റാൻഡുകൾ എടുക്കുന്നതാണ്. ആത്യന്തികമായിട്ട് എൻ്റെ പ്രശ്നം എന്താണ് ബില്ലേ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? വീക്കായ പ്രതിപക്ഷം, വീക്കായ കോൺഗ്രസ് എന്നതൊരു യാഥാർത്ഥ്യമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളാണ് വെള്ളാപ്പള്ളി നടേശനും ഇദ്ദേഹം സുകുമാരൻ നായരും. അവർ ഇപ്പോൾ ഈ സാഹചര്യത്തോട് ഇങ്ങനെ പ്രതികരിക്കുന്നതാണ് നല്ലത് എന്നൊരു തോന്നലാണ് അവർക്കുള്ളത്. ഇപ്പോൾ നമ്മൾ രമേശ് ചെന്നിത്തലയുടെ ശബ്ദം കേൾക്കുമ്പോൾ പക്ഷേ വളരെ കൂളായിട്ടാണ് കാണുന്നത്, അല്ലേ? രമേശ് ചെന്നിത്തലക്ക് അങ്ങനെ വലിയൊരു വേവലാതി ഉള്ളതായിട്ട് ആ ശബ്ദത്തിൽ കാണുന്നില്ല. രമേശ് ചെന്നിത്തലക്ക് സുകുമാരൻ നായരായിട്ട് നല്ല ബന്ധമുണ്ട്. സുകുമാരൻ നായർക്ക് തിരിച്ചും അവർ പ്രിയപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഒന്നുകിൽ ഇത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പ് തന്നെ പരിഹരിക്കാനായേക്കും എന്നൊരു തോന്നൽ രമേശ് ചെന്നിത്തലക്ക് ഉണ്ടായേക്കാം ഒരിക്കൽ ഒരു തരത്തിൽ ആലോചിച്ചാൽ. അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ പോയി, ലോക്കൽ ബോഡി ഇലക്ഷൻ ഇവരുടെ കയ്യിൽ നിന്ന് പോയി. അതായത് അത് ഈ പറയുന്ന NSS-നും SNDP-ക്കൊക്കെ ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളിൽ അവരുടെ വോട്ടൊക്കെ LDF-നായിരിക്കും പോവുക. അതുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ LDF തൂക്കാനാണ് സാധ്യത. പക്ഷേ അത് പാർട്ടിക്കകത്തുള്ള തിരുത്തലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ ശക്തികളിലേക്ക് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനൊക്കെ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പോയിന്റുകൾ വിന്യസിക്കാനായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉപയോഗിക്കാം. അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നൊരു കാലത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഇതിനകത്ത് ഈ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഇവരങ്ങനെ എന്തോ ഉദാരത ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ ശബരിമല വിഷയത്തിൽ എന്തോ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളിതാ ഉദാരമായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് വീക്കായിരിക്കുന്നു എന്നതിൻ്റെ ഒരു പോയിൻ്റാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അപ്പോഴും എൻ്റെ കൗതുകം ബാക്കിയുള്ളത് എങ്ങനെ സുകുമാരൻ നായർ BJP-യെ ഇത്രക്ക് നിശിതമായിട്ട് വിമർശിച്ചു. അതായത് കേന്ദ്ര സർക്കാരിന് അധികാരം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിരിക്കെ സാധാരണഗതിയിൽ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന് വരാത്ത തരത്തിലുള്ള പ്രസ്താവനയാണത്. നരേന്ദ്രമോദി ശക്തനായിട്ട് തന്നെ നിൽക്കുന്നു, BJP-ക്ക് കേന്ദ്രത്തിൽ ശക്തമായ തോതിൽ തന്നെ അധികാരമുണ്ട്. പക്ഷേ അദ്ദേഹം BJP-യെ നിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊക്കെ പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു വസ്തുതയുമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് നാമജപ ഘോഷയാത്ര തുടങ്ങിയത്. അദ്ദേഹം പറയുന്നത് ഞങ്ങളാണ് തുടങ്ങിയത്, ആദ്യം അതിനോടൊപ്പം ചേർന്ന് നിന്നില്ല BJP-യും കോൺഗ്രസും, ഇതിൽ ആളുണ്ട് എന്ന് കണ്ടപ്പോഴാണ് അവർ വന്നത്. അത്രയും വസ്തുതയുമാണ്. അപ്പോൾ നിർത്തുകയാണെങ്കിൽ NSS-ൻ്റെ SNDP-യുടെയും നിലപാട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നത് വ്യക്തമാക്കി തരുന്നൊരു ഒരു ഇൻഡിക്കേറ്ററാണ്. അവർ പിന്തുണക്കുന്നത് കൊണ്ടല്ല മറ്റുള്ളവർക്ക് ശക്തിയുള്ളത്, മറ്റുള്ളവർക്ക് LDF-ന് ശക്തിയുള്ളത് കൊണ്ടാണ് ഇവരിപ്പോൾ പിന്തുണക്കുന്നത്. ഉറപ്പായി എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. പ്രതിപക്ഷം വളരെ വീക്കാണ് എന്നുള്ളത് സാമുദായിക സംഘടനകൾ നിശ്ചയമായും തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല പണ്ടത്തെ കാലം പോലെ തന്നെ ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു സാമുദായിക സംഘടനയാണ് NSS. കുറച്ചുകൂടി SNDP-യുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ നേതൃത്വം പറയുന്നതിനനുസരിച്ച് അണികൾ പ്രവർത്തിക്കുമോ, അല്ലെങ്കിൽ ആ വിധത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ സാമുദായിക സംഘടനകളിലും ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നത് അണികൾക്ക് ഇപ്പോൾ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ LDF-നെതിരെ വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ പലതരത്തിൽ ഈ സർക്കാരിൻ്റെ നിലപാടുകളോട് എതിർപ്പ്. പൊതുവിൽ നമ്മൾ ആ ഡാറ്റ ഷീറ്റ് പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇടതുപക്ഷവുമായിട്ടല്ല അവർക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നത്. വിമോചന കാലഘട്ടം മുതൽ അവർ ഏത് നിലപാടാണ് എടുത്തതെന്നുള്ളത് വ്യക്തമായ കാര്യമാണല്ലോ. പക്ഷേ അതപ്പോൾ നിൽക്കുമ്പോൾ പോലും തങ്ങളുടെ പ്രസക്തി ഉറപ്പിച്ച് നിൽക്കണമെങ്കിൽ അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട്, തോക്കുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നുകൊണ്ട് കാര്യമില്ല, ജയിക്കുന്ന ആളുടെ കൂടെയാണ് കൂടുതൽ ആളുകൾ നിൽക്കുക എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സനീഷ് പറഞ്ഞ പോലെ ഈ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോയിട്ടില്ല. അവരതിനെ ഡൈല്യൂട്ട് ചെയ്തല്ല, കുറച്ചൊന്ന് പോസ് ചെയ്ത് വെച്ചു, ഒന്ന് മിണ്ടാതിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമാണല്ലോ, തന്ത്രമാണല്ലോ ഇത്. അപ്പോൾ മിണ്ടാതിരിക്കാം എന്നുള്ളതും ഒരു ചോയ്സായി നിൽക്കുകയാണല്ലോ. കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്നത് ഒരു മിണ്ടാതിരിക്കലാണ്. പക്ഷേ ആ മിണ്ടാതിരിക്കൽ കൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കൃത്യമായി ക്ലിയർ ചെയ്ത് പോകണം. സർക്കാർ എടുത്തിട്ടുള്ളൊരു നിലപാട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തെ പറ്റി മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട
ദേവസ്വം ബോർഡ് അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ അവരെല്ലാം ഒരു ഉരുണ്ട് കളിച്ച മറുപടി പറഞ്ഞ് അതങ്ങ് പോവാണ്. കാരണം അതിലവർ പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കാതെ തന്നെ ഈ വിഭാഗങ്ങളെല്ലാം കൂടെ നിർത്താനാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ചെയ്തത്. മാത്രമല്ല, ഈ ആഗോള അയ്യപ്പ സംഗമം ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യമേ കൂടിക്കാഴ്ച നടത്തിയത് SNDP ആയിട്ട് പോലുമല്ല, NSS ആയിട്ടാണ്. പെരുന്നയിലാണ് ഇദ്ദേഹം ആദ്യം എത്തി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ വിശ്വാസം ഉറപ്പിച്ചതിന് ശേഷമാണ് ആദ്യത്തെ അനുകൂല നിലപാട് വന്നതും സംഗീത് കുമാറിൽ നിന്നാണ്. ഉറപ്പായിട്ടും NSSന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സംഗീത് കുമാർ സ്വാഭാവിക ഒരു നിലപാട് പറയുമ്പോൾ അത് സുകുമാരൻ നായരുടെ നിലപാടാണല്ലോ, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഒരു നിലപാട് എടുക്കാനായിട്ട് സർക്കാർ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയും എന്നാലൊട്ട് ഇപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് പറയേണ്ട എന്നുള്ളത് രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള നിലപാടെടുക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. NSS സ്വാഭാവികമായ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ BJPയും ഇത്ര കണ്ട് രൂക്ഷമായി ആക്രമിക്കുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, കോൺഗ്രസിന് എല്ലാ കാലത്തും സാമുദായിക സംഘടനകളെ ഡീൽ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ NSSന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല, ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് NSS നേതൃത്വവുമായി. നേരത്തെ AK ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ PJ കുര്യൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, വയലാർ രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം തന്നെ ഈ വിധത്തിൽ NSSുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നേതൃത്വം എന്താണ്? ഇപ്പോഴത്തെ നേതൃത്വത്തെ പരസ്യമായി വിമർശിക്കുകയാണ് NSSന്റെയും SNDPയുടെ നേതൃത്വം ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ VD സതീശൻ അവരുടെ വിശ്വാസം പൂർണ്ണമായി ആർജിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു ഫാക്റ്റായി തന്നെ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞ അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞതിൽ ചെന്നിത്തല എന്തെങ്കിലും കണ്ടിരിക്കുമല്ലോ. ചെന്നിത്തലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ സംഘടനയിൽ ആ വിധത്തിലുള്ള സ്വാധീനം ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംഘടന ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതി കൂടി നിൽക്കുകയാണ്. അപ്പോൾ ചെന്നിത്തല ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഇതെങ്ങനെ പറഞ്ഞു പോയിക്കോട്ടെ, നമുക്കറിയില്ല. നമ്മുടെ ഒരു അസംഷനാണ്, രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിനുള്ളിൽ എന്ത് സംഭവിക്കും, VD സതീശന്റെ രക്തത്തിന് വേണ്ടിയുള്ള നിലവിളി ഉണ്ടാകുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി എനിക്ക് ബാക്കിയുള്ളത്. അതായത് ഈ NSS BJPയോട് കേന്ദ്രത്തിൽ അധികാരമുള്ളത് കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന ആശയക്കുഴപ്പം നമുക്കുണ്ടെങ്കിലും RSSനോട് എക്കാലത്തും NSSന് എതിർപ്പേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ RSS ഇവർ രണ്ടുപേരുടെയും ഗ്രൗണ്ട് ഒരേ സ്ഥലമാണ്. സവർണ ഹിന്ദു മേഖലയിലാണ് അവരുടെ പ്രവർത്തനം. RSSനോട് എപ്പോഴും അനുകൂലമായിട്ട് നിൽക്കുന്നുവോ, RSSന് വേണ്ടി ഒരു അല്പം വഴങ്ങിക്കൊടുത്താൽ പിന്നെ NSS ഇല്ല. RSS വന്ന് NSSനെ വിഴുങ്ങും. അപ്പോൾ RSSനെതിരെയുള്ള നിശിതമായിട്ടുള്ള വിമർശനമാണ് എക്കാലത്തും NSSൻ്റെ എതിർപ്പാണ് എക്കാലത്തും NSSൻ്റെ അടിസ്ഥാന നിലപാട് തരാം. പക്ഷേ അവിടെ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ BJPയോട് ഈ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല മുരളീധരൻ അതിശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മുരളീധരൻ ഇങ്ങനെ പറഞ്ഞു, നിയമം ഉണ്ടാക്കാം, നിർമ്മാണം നടത്താം, എന്നിട്ട് എവിടെയായി നിയമനിർമ്മാണം എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല RSSന്റെ സ്റ്റാൻഡ് യുവതീ പ്രവേശനം വേണം എന്നുള്ളതാണ്, അഖിലേന്ത്യാ സ്റ്റാൻഡ് അതാണ്. പിന്നീടാണല്ലോ അവിടെ സുവർണാവസരം ചെയ്യപ്പെടുന്ന നിലപാടുകൾ കൂടെ ഉണ്ടാവുന്നത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സമദൂരത്തിലെ ശരിദൂരം എന്നൊരു ട്രപ്പീസ് കളിയായിരുന്നു NSSന് ഇക്കാലത്തോളം രാഷ്ട്രീയ നിലപാടുകൾ. ചരിത്രത്തിൽ ആദ്യമായി ഇടത് അനുകൂല നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സകലരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ് NSS നേതൃത്വം. 1959 ഇടത് വിരുദ്ധ വിമോചന സമരം നയിച്ച സംഘടനയാണ് NSS. ഒന്നാം പിണറായി സർക്കാർ നേരിട്ട ഏറ്റവും കടുത്ത സാമൂഹിക രാഷ്ട്രീയ പ്രഹേളികയായിരുന്നു ശബരിമല സമരകാലത്തെ എതിർപ്പാളയത്തിൽ നിന്ന് പട നയിച്ചവരാണ് NSS. സമീപകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനും BJPക്കും അനുകൂല നിലപാട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എടുത്തിട്ടുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ ജനസംഖ്യയുടെ 14% വരുന്ന പ്രബല സമുദായം നേതൃത്വം ഇടത്തേക്ക് ചായുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ്. SNDPയും ഏറെക്കുറെ ഇടതോരം ചേരുമ്പോൾ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും രാഷ്ട്രീയ സമവാക്യങ്ങൾ എவ்விധം രൂപപ്പെടുമെന്നറിയാൻ RDXും രാഷ്ട്രീയ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്.